എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പം സെൽഫ് ലവ് ചെയ്യുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ലൈക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നതിനെയാണ് നമ്മൾ സെൽഫ് ലവ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ബ്രീതിങ് എക്സസൈസ് ചെയ്യുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നത്, നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നത്, ആസനാസ് ചെയ്യുന്നത്, ഇതൊക്കെ സെൽഫ് ലവിൻ്റെ ഭാഗമാണ്. സെൽഫ് ലവ് എന്ന് പറയുന്നത്, വിതൗട്ട് സ്പിരിച്വാലിറ്റി ദർ ഈസ് നോ സെൽഫ് ലവ്. ഓക്കെ, ഒരു എനർജീസ് ഇപ്പോൾ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മൂഡ് സ്വിങ്സ്. എപ്പോഴും നമുക്കിങ്ങനെ സ്പിരിച്വൽ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂഡ് സ്വിങ്സ് ഇല്ലാതെ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ടൊരു ഇമോഷൻസും ഫീലിങ്സും ഇല്ലാതിരിക്കുക എന്നുള്ള മീനിങ് അല്ല. അത് നമ്മൾക്കും ഒത്തിരിയധികം എനർജീസ്, ഫുൾ മൂൺ എനർജീസ്, റിട്രോഗ്രേഡ്സ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളത് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഒത്തിരിയധികം ഇമോഷണൽ ചേഞ്ചസ് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളുടെ മൈൻഡിനെയൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല നല്ല ബുക്കുകൾ റീഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഹീലിംഗ് ബുക്സുകളൊക്കെ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. ഇതിപ്പം റീസെൻ്റ് ആയിട്ട് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണ് ഹീൽ, ഗ്രോ ആൻഡ് ലവ്. ഈ ഒരു ബുക്ക് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. ഞാനിത് ആമസോണിൽ ബൈ ചെയ്തിട്ടുള്ളതാണ്. നല്ല ബുക്കാണ്. പക്ഷെ ഞാനിത് കുറച്ച് വായിച്ചിട്ടുണ്ട്, ഇനി കുറച്ചുകൂടെ ഉള്ളൂ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. ഇതുപോലെ ഇത് നിങ്ങളെ ഹീല് ചെയ്യാനായിട്ട് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സ്പിരിച്വാലിറ്റിയിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട്, ഒരു അൺകണ്ടീഷണൽ ലവിലേക്കൊക്കെ വരാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഒത്തിരി ക്യാഷൊന്നും ഇല്ല ഈ ഒരു ബുക്കിനാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബുക്കാണ്. പക്ഷെ നിങ്ങളുടെ ലൈഫിനെ തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ മൂഡ് സ്വിങ്സ്, നിങ്ങൾക്ക് മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പെർഫ്യൂംസ് ഫുൾ ടൈം നിങ്ങൾക്ക് പെർഫ്യൂംസ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ അരോമാറ്റിക് ക്യാൻഡിൽസ് ഒക്കെ ഇല്ലേ. പെർഫ്യൂംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിയ നല്ല സ്മെല്ലൊക്കെ കിട്ടുന്ന പെർഫ്യൂംസ് ഇല്ലല്ലോ. എന്തെങ്കിലും ലോക്കൽ പെർഫ്യൂംസ് ആണെങ്കിൽ എപ്പോഴും സ്മെല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? സ്മെല്ല് എപ്പോഴും നമുക്കിങ്ങനെ നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ മണം കിട്ടുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓക്കെ ആവുന്നുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും നല്ല സ്മെല്ല് വരുന്നൊരു, പെട്ടെന്ന് നല്ലൊരു കറിയുടെ സ്മെല്ല്, നമ്മുടെ മൂഡ് ചേഞ്ച് ആവുന്നുണ്ടാവും. അപ്പോൾ എന്ത് പറഞ്ഞ പോലെയാണ് നിങ്ങൾ സ്മെൽസ്, അതായത് നിങ്ങൾ പെർഫ്യൂംസ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതലായിട്ടും സെൽഫ് ലവിൽ പെർഫ്യൂംസിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്. അത് നിങ്ങളെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഹൈ വൈബ്രേഷൻ നിങ്ങൾ എത്തിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇതുപോലത്തെയൊക്കെയാണല്ലോ യൂസ് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെയൊക്കെ യൂസ് ചെയ്ത്, ഇതൊക്കെ ലോങ് ലാസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന